ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ഡിജിറ്റൽ കോഴ്സ് നിങ്ങൾക്കൊരു അൺസേക്കബിൾ ബിസിനസ്സായി മാറ്റാൻ പറ്റും. എൻ്റെ പേര് വിപിൻ നായർ, ഫൗണ്ടർ ഓഫ് അവീവ് ഡിജിറ്റൽ, എ ഡിജിറ്റൽ ഗ്രോത്ത് കൺസൾട്ടൻറ്റ്, ഹെൽപ്പ് സ്മോൾ ബിസിനസ്സസ് ആൻഡ് എൻ്റർപ്രനേഴ്സ് ടു ഗ്രോ ദിയർ ബിസിനസ് ഓൺലൈൻ. സോ ഇന്നത്തെ നമ്മൾ എപ്പിസോഡിനകത്ത് സംസാരിക്കാൻ പോകുന്ന മെയിൻ ടോപ്പിക്കാണ് എങ്ങനെ ഒരു ഡിജിറ്റൽ കോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അത് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് എങ്ങനെ ഒരു ബിസിനസ് അതിൻ്റെ അറൗണ്ട് എങ്ങനെ നമുക്കൊരു വലിയ ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. സോ ബിഫോർ സ്റ്റാർട്ടിങ് ലെറ്റ്സ് ടേക്ക് ബാക്ക് ടു 5 മാസം മുമ്പേ വെൻ ദിസ് കോവിഡ് ലോക്ക്ഡൗൺ സ്റ്റാർട്ടായ മാർച്ച് 14 നമ്മളോട് പറഞ്ഞ് ഓഫീസെല്ലാം ക്ലോസ് ചെയ്യുക, കംപ്ലീറ്റ് no one is going to be office, completely locked down. ഓക്കെ, സോ നമ്മൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയാണ്. കുട്ടികൾ ക്ലാസ്സിൽ വന്നിട്ടേ പഠിക്കാൻ ഇഷ്ടപ്പെടത്തുള്ളൂ. സോ അങ്ങനത്തെ സിനാരിയോയിൽ വാട്ട് എൽസ് വി ക്യാൻ ഡു? വി ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ. ബട്ട് ആ സമയത്ത് ദ ഡിജിറ്റൽ കോഴ്സ് നമുക്ക് ഡിജിറ്റൽ കോഴ്സ് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത്, സോ ആ ഡിജിറ്റൽ കോഴ്സ് വിതിൻ 5 monthsനകത്ത് മോർ ദാൻ 450 സ്റ്റുഡൻസിനെ നമ്മൾ അതുവഴി നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റി. അതേ കൂടാതെ തന്നെ 15 lakhs പ്ലസ് റവന്യൂ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റി. ആൻഡ് ദാറ്റ് ഈസ് ഓൺലി വിത്ത് 2 people. സോ വാട്ട് ഇസ് ദാറ്റ് മീൻസ്? വെരി ലെസ് റിസോഴ്സിൻ്റെ ആവശ്യമുണ്ട് ആൻഡ് വെരി ലെസ് ഇൻവെസ്റ്റ്മെൻറ്റ്, ബിക്കോസ് ക്രിയേറ്റിംഗ് എ ഡിജിറ്റൽ കോഴ്സ് ഇസ് നോട്ട് ദാറ്റ് ഹ്യൂജ് റിക്വയർമെൻറ്റ്. ഒരുപാട് എന്താ പറയുന്നത് മണി റിക്വയർമെൻ്റ് ഇല്ല. സോ വൈ ഇപ്പം നിങ്ങളെല്ലാവരും ഫേസ്ബുക്കിനകത്ത് കയറിയാലും ഇൻസ്റ്റാഗ്രാമിനകത്ത് കയറിയാലും ഒരുപാട് ആഡ്സ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. എങ്ങനെ ഡിജിറ്റൽ കോഴ്സ് ക്രിയേറ്റ് ചെയ്യാം, എന്തിന് ക്രിയേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ ഡിജിറ്റൽ കോഴ്സ് എന്തിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ദോ ഡിജിറ്റൽ കോഴ്സ് ആഫ്റ്റർ ദിസ് ടൈം പീരിയഡ് ലൈക്ക് 450 സ്റ്റുഡൻസിനെ കവർ ചെയ്തപ്പം മോസ്റ്റ്ലി എൻ്റർപ്രനേഴ്സാണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദെം ലൈക്ക് എന്താ പറയുന്നത്, ഈ പർട്ടിക്കുലർ കോഴ്സ് ത്രൂ പോയി കഴിഞ്ഞിട്ട് നമുക്കൊരു എന്താ കിട്ടിയ, നമ്മുടെ ബിസിനസ്സിന് വേണ്ടി ലീഡ് കിട്ടി ഈ പർട്ടിക്കുലർ 450 പീപ്പിൾസിൻ്റെ ഉള്ളിനകത്ത് തന്നെ. സോ വാട്ട് ദാറ്റ് മീൻസ്, ഇഫ് യു ആർ ക്രിയേറ്റിംഗ് എ ഡിജിറ്റൽ കോഴ്സ് അറൗണ്ട് യുവർ ബിസിനസ്, ഓൺലൈൻ കോഴ്സ് അറൗണ്ട് യുവർ ബിസിനസ്, അത് നിങ്ങൾക്ക് എപ്പോഴും എന്താ പറയുന്നത് ഒരു എക്സ്ട്രാ ഏജ് ആണ് പ്രൊവൈഡിങ് എ ലീഡ് ഫോർ യുവർ ബിസിനസ്. ആൻഡ് ഇഫ് യു ആർ ഇൻ ടു എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി ദർ ഈസ് നോ ബ്രെയിനർ, നിങ്ങൾക്ക് പോയിട്ട് എന്തായാലും ക്രിയേറ്റ് ചെയ്യണം ഡിജിറ്റൽ കോഴ്സ്. സോ ഇപ്പം ഒരുപാട് പേര് ക്വസ്റ്റ്യൻ ചോദിക്കും, വൈ എന്തിനാണ് ഡിജിറ്റൽ കോഴ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? ആൻഡ് ഈസ് ഇറ്റ് ലൈക്ക് എന്താ പറയുന്നത് ഒരു ലോങ് ടേം ഫോക്കസ് ആണോ, അല്ലെ സ്കെയിലബിൾ ആണോ, അല്ലെ ഇത് എന്താ പറയുക ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക ഇപ്പോഴത്തെ സിനാരിയോയുടെ വന്ന ഒരു ബിസിനസ് മോഡലാണോ? അല്ല. ദ ഫ്യൂച്ചർ ഓഫ് ഡിജിറ്റൽ കോഴ്സ് ക്രിയേഷൻ ഇസ് വെരി വെരി ഹ്യൂജ്. ഇന്ത്യൻ മാർക്കറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി വെരി ബിഗ്. ഇപ്പോൾ നിങ്ങളൊരു ട്രെയിനറാണ്, ടീച്ചറാണ്, കോഴ്സ് ക്രിയേറ്ററാണ്, അല്ലെ പിന്നെ എന്താ പറയുന്നത് സെമിനാർ ചെയ്യുന്ന ആളുകളാണ്. ഇഫ് യു ഡോണ്ട് ഹാവ് എ ഡിജിറ്റൽ കോഴ്സ്, സോ നിങ്ങൾ ബിസിനസ്സിന് ഔട്ടാണ്. സോ ദിസ് പർട്ടിക്കുലർ ബിസിനസ് മോഡൽ, ഡിജിറ്റൽ കോഴ്സ് മോഡൽ, വിൽ ആക്ച്വലി ഗോയിങ് ടു ഗിവ് യു എ ലോട്ട് ഓഫ് ഹ്യൂജ് വാല്യൂ വെൻ ഇറ്റ്സ് കംസ് ടു നിങ്ങളുടെ ബിസിനസ്സിനകത്ത് എക്സ്ട്രാ ഫണ്ട്. സോ നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ ഇപ്പം നിങ്ങളുടെ അടുത്ത് ഒരു ഡിജിറ്റൽ കോഴ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് എന്താ പറയുന്നത് അതുവഴി ഒരു എക്സ്ട്രാ സോഴ്സ് ഓഫ് റവന്യൂ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ആർക്കാർക്ക് ഈ ഡിജിറ്റൽ കോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? സോ എപ്പോഴും ഇപ്പം എൻ്റെ അടുത്തൊരു സ്കില്ലില്ല, എങ്ങനെ എനിക്കൊരു കോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? സോ ദാറ്റ് ഒരുപാട് പേര് അങ്ങനെ ചോദിക്കുന്നതായിരിക്കും, ചിലപ്പോൾ നിങ്ങളും അത് ഓർക്കുന്നതായിരിക്കും. ബട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇപ്പം നിങ്ങളൊരു എന്താ പറയുന്ന ഒരു പേഴ്സൺ, ഇഫ് യു ആർ എ പേഴ്സൺ, യു ആർ എക്സ്പേർട്ട് ഇൻ സംതിങ്, യു ഹാവ് ലൈക്ക് എക്സ്പീരിയൻസ് ഓഫ് സംതിങ്, ഇറ്റ് ഡസൻറ്റ് മാറ്റർ വാട്ട് ഇസ് എക്സാക്ട്ലി. നിങ്ങളിപ്പോൾ ഒരു ക്രിയേറ്റീവ് ഗൈയാണ്, ക്രിയേറ്റീവ് പേഴ്സൺ ആണ്, യു ഹാവ് എൻ എക്സ്പീരിയൻസ് ഓഫ് സം ഇയർ ഓഫ് ക്രിയേറ്റിംഗ്, ദർ ആർ സോ മെനി പീപ്പിൾ ഹു ഡോണ്ട് നോ ദാറ്റ് തിങ്. സോ നമ്മളെപ്പോഴും ഒരു സ്റ്റെപ്പ് മുമ്പിലാണ് ദ പീപ്പിൾ ഹു 1 step ബിഹൈൻഡ് us. സോ അവരെ നമുക്ക് പഠിപ്പിച്ചാൽ മതി. സോ യു ഡോണ്ട് ഹാവ് ടു ക്രിയേറ്റ് എന്താ പറയുന്നത് ബിഗ് എന്താ പറയുന്നത് ബൈജൂടെ പോലെ ആപ്പ് ഉണ്ടാക്കിയിട്ട് പബ്ലിഷ് ചെയ്യണമെന്ന് ആവശ്യമൊന്നുമില്ല. യു നീഡ് ടു ഓൺലി ക്രിയേറ്റ് എ സ്മോൾ സെഗ്മെൻറ്റ് ഓഫ് കോഴ്സ് ആൻഡ് സെൽ ദാറ്റ് ടു യുവർ പീപ്പിൾ ഹു ഡോണ്ട് നോ വാട്ട് യു നോ. നിങ്ങൾക്ക് അറിയുന്ന സാധനം ആളുകൾക്ക് അറിയുന്നില്ലെങ്കിൽ ആ സാധനം മാത്രം നിങ്ങൾ പഠിപ്പിച്ചാൽ മതി. ആൻഡ് യു ബിലീവ് മീ, there are so many people who's waiting to learn these skills, wanted to know more about it. So why
യു നീഡ് ടു വെയിറ്റ്. നമ്മൾ പോയിട്ട് നമുക്കൊരു കോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ വെൻ ഇറ്റ്സ് കംസ് ടു ലൈക്ക് മോസ്റ്റ്ലി ആളുകൾ ചോദിക്കാറ് എൻ്റെ അടുത്തൊരു സ്കില്ലില്ല, എനിക്കിത് പഠിപ്പിക്കാൻ പറ്റുമോ, എനിക്കിത് പഠിപ്പിക്കാൻ അറിയില്ല. സോ ദാറ്റ് സി ദ പേഴ്സൺ ഹോം യു ആർ ആക്ച്വലി ഗോയിങ് ടു ടീച്ച്, ആരാ നിങ്ങൾ ആരെയാണ് പഠിപ്പിക്കാൻ പോകുന്നത്, അവരും നിങ്ങളെപ്പോലെ തന്നെ ഒരാളാണ്. ദേ അണ്ടർസ്റ്റാൻഡ് ദ തിങ്സ്. സോ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ കലീഗ്സിനെ പറഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ നിങ്ങൾ പറഞ്ഞാൽ മതി. whatever skill you know, if you like a developer, you know something. If you are a designer, you know something. If you are a digital marketer, you know something. If you are a photographer, you know something. So there are so many things you can share. Whatever you do, like a normal person I don't have any experience, I can't believe it, because everyone has some kind of experience, some kind of activity they have done their life. അവരുടെ ലൈഫിനകത്ത് എന്തെങ്കിലും അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കും which makes them unique, because every person has his own unique skill. So why not to share your skill? Build a brand around it. Build yourself a brand around it. ആളുകൾ ഇപ്പം ഓൺലൈൻ കോഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്ന എന്നെ ആളുകൾ എന്താ പറയും, ആളുകൾ എന്നെപ്പറ്റി എന്താ വിചാരിക്കും, ഓ ഇനിയിപ്പോൾ ഇയാൾ കോഴ്സും തുടങ്ങിയോ. ലൈക്ക് വി ജസ്റ്റ് ലൈക്ക് എന്താ പറയുന്നത്, വി ഡോണ്ട് നീഡ് ടു ബോദർ അബൌട്ട് വാട്ട് അതർ പീപ്പിൾ സേയിങ്. വേറെ ആളുകൾ എന്താ പറയുന്നത് അത് നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. ഇറ്റ്സ് എ റിയൽ ബിസിനസ്, യു ഗെറ്റ് ഇൻ ടു ഇറ്റ്. ഇഫ് യു നോ സംതിങ്, യു നീഡ് ടു ഹാവ് എ എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം. You need to have a എന്താ പറയുന്നത് പാർട്ട് ടൈം ബിസിനസ്, പാർട്ട് ടൈം entrepreneurship. This can be like എന്താ പറയുന്നത് ബെസ്റ്റ് പ്ലേസ് ടു പ്ലേ വിത്ത് യുവർ entrepreneurship skill. Because if you're creating a digital course, it gives you an opportunity to earn some extra fund, extra money on your part time job. യു ഡോണ്ട് ഹാവ് ടു ബി ലൈക്ക് എന്താ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഞാനൊരു ഡിസൈനറിനെ എടുക്കുവാണ്, അല്ലെ പിന്നെ ഒരു ഡെവലപ്പറിനെ എടുക്കുവാണ്, അല്ലെ പിന്നെ ഒരു ഡിജിറ്റൽ മാർക്കറ്ററിനെ എടുക്കുവാണ്, അല്ലെ പിന്നെ ഒരു ഫോട്ടോഗ്രാഫറിനെ എടുക്കുവാണ്. സോ ദേ ഹാവ് ദിയർ ഓൺ വർക്ക്. അത് കഴിഞ്ഞിട്ട് ദേ ഹാവ് ദിയർ പാർട്ട് ടൈം ജോബ്. യു ക്യാൻ ഗോ ആൻഡ് ഓൾവേസ് ടീച്ച് സംതിങ്. സോ ഒരുപാട് പേരുണ്ട്, ദേ ലൈക്ക് ടു ലേൺ. ലൈക്ക് വെൻ വി ഡിഡ് ദിസ് പർട്ടിക്കുലർ 5 മാസത്തിൽ നമ്മൾ ഈ വർക്ക്ഷോപ്പ് ചെയ്തപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായത് ഒരുപാട് എൻ്റർപ്രനേഴ്സ് ഉണ്ട്. ദേ ഹാവ് ടേക്കൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്ന് പറയുന്ന ഒരുപാട് പേര് ഹു ഹാസ് ഗിവൻ ഇൻ ഇംഗ്ലീഷ്. ലാംഗ്വേജ് ഒരു ബാരിയറാണ്. സോ ദേ വാണ്ടഡ് ടു ലേൺ ഇൻ ടു മലയാളം. വെൻ ദേ കെയിം ഇൻ ടു അവർ ലൈക്ക് വർക്ക്ഷോപ്പ്, 5-day വർക്ക്ഷോപ്പാണ് നമ്മൾ ചെയ്യാറ് ഓൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. 5 ദിവസത്തെ 2 hours റിഗ്രസ് വർക്ക്ഷോപ്പാണ്. സോ ആ വർക്ക്ഷോപ്പിന് പോയി കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, ഓ നൗ ദേ അണ്ടർസ്റ്റാൻഡ് ഓക്കെ വാട്ട് ഈസ് ദീസ് ഓൾ തിങ്സ്. ബിക്കോസ് ഒരു മാർക്കറ്റിനകത്തൊരു എന്താ പറയുന്നത് അത് ഭയങ്കര ബൂസ്റ്റാണെന്ന് ഓർത്തിട്ട് കാര്യമില്ല. വെൻ സംവൺ ലൈക്ക് ഒരു നമ്മുടെ അടുത്തുള്ള ആൾ വന്ന് നമുക്ക് പറഞ്ഞു തരുമ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാവുക. സോ സംവൺ ടീച്ച് യു ഇൻ മലയാളം. ഒരാൾ മലയാളത്തിൽ ക്ലാസ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുക. സോ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആ ഒരു ഓഡിയൻസ്, ആ യൂണീക്ക് ഓഡിയൻസ് ഇസ് വെരി വെരി യൂണീക്ക്. അവർ നിങ്ങളെ മാത്രം അവർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തുള്ളൂ. So that is the like one thing. You don't have to worry like ആരെയാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. You only need to find a niche. Niche എന്ന് പറഞ്ഞാൽ എന്താണ്? You need to solve problems. വേറെ മനുഷ്യങ്ങളുടെ എന്താ പ്രോബ്ലം, you need to solve it. If like I am in a niche where I solve entrepreneurs business problems. So അവരുടെ ബിസിനസ് പ്രോബ്ലം എന്താണ്? That is the what our main goal, to solve it. How we solve it? നമ്മൾ സോൾവ് ചെയ്യുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ത്രൂ ആണ്. സോ യു നീഡ് ടു ഫൈൻഡ് എ പ്രോബ്ലം ചെറുതാവാം വലുതാവാം, എന്ത് വേണമെങ്കിലും പ്രോബ്ലം ആവാം. സോ ഒരാളുടെ പ്രോബ്ലം സോൾവ് ചെയ്യുകയാണെങ്കിൽ, ഇഫ് യു ക്യാൻ സോൾവ് വൺ പേഴ്സൺസ് ദാറ്റ് പ്രോബ്ലം, ഓർ യു ക്യാൻ സോൾവ് ദാറ്റ് പ്രോബ്ലം ഫോർ യുവർ സെൽഫ്. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, രാവിലെ 5 മണിക്ക് എണീക്കാൻ എത്ര പേർക്കാണ് പറ്റാത്തത്? ഇഫ് യു ആർ എ പേഴ്സൺ ഹു വേക്ക് അപ്പ് എവറി ഡേ 5 AM, നിങ്ങൾക്കൊരു കോഴ്സ് ക്രിയേറ്റ് ചെയ്യാം എങ്ങനെ 5 മണിക്ക് എണീക്കാം. ആൻഡ് യു ഡോണ്ട് ബിലീവ് ഇറ്റ്, ഇങ്ങനത്തെ ഒരു കോഴ്സ് ഉണ്ട്. ദർ ഇസ് മോർ ദാൻ 10,000 പീപ്പിൾ രജിസ്റ്റർ ചെയ്തേക്കുന്നത്. സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇങ്ങനത്തെ കോഴ്സിന് വരെയും ആളുകൾ റിക്വയർമെൻ്റ് ഉണ്ട്. പീപ്പിൾ ആർ സ്ട്രഗിളിങ് ടു വേക്ക് അപ്പ് 5 AM. സോ നീഷ് ഈസ് ഓൾ അബൌട്ട് ലൈക്ക് വാട്ട് ഈസ് ദ വൺ പ്രോബ്ലം ദേ ആർ ഫേസിങ്. സോ ഇപ്പോൾ ഈ ഡിജിറ്റൽ കോഴ്സിനെ പറ്റി ഞാൻ പറയുന്നത്, ഐ എം പിച്ചിങ് വൺ പ്രോബ്ലം ഹൂസ് എൻ്റർപ്രനേഴ്സിൻ്റെ അല്ലെ പിന്നെ പേഴ്സൺ ഹു ആക്ച്വലി വാണ്ടഡ് ടു earn some extra money, അല്ലെ പിന്നെ അവരുടെ ഫിനാൻഷ്യൽ പ്രോബ്ലം. That is the problem I am trying to solve through this digital course
പോഡ്കാസ്റ്റ്. ഈ പർട്ടിക്കുലർ പോഡ്കാസ്റ്റിനകത്ത് വാട്ട് ഐ എം trying to convey that if you are building your digital course, you can easily break your that issue. So finding niche is not big deal. So നമ്മുടെ അറൗണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഹൗ വി ക്യാൻ ഹെൽപ്പ്. നമ്മുടെ അടുത്ത് എന്താ ഒരു സ്കില്ലുള്ള വിച്ച് ഐ ക്യാൻ ഹെൽപ്പ് അനദർ പേഴ്സൺ and solve his problem. Only you need to look for the solving the problems. What kind of problems you can solve with your, ഇപ്പം ജസ്റ്റ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ എവ്രി വൺ അറ്റ് ഹോം ആണ്. കുട്ടികളെ എങ്ങനെ വീട്ടിൽ എൻഗേജ് ചെയ്യാൻ പറ്റും, കുട്ടികളെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം ടു വാച്ച് ടി വി അല്ലെ വാച്ച് മൊബൈൽ, അത് യൂസ് ലെസ് മൊബൈൽ, എങ്ങനെ നമുക്ക് ചെയ്യാം, അതൊരു നീഷാണ്. ഒരുപാട് പാരൻസ് ആർ ഫേസിങ് ദാറ്റ് ഇഷ്യൂ. ഹൗ യു ക്യാൻ എൻഗേജ് യുവർ കിഡ്സ് മോർ ആക്ടിവിറ്റി, അവർ ബോർ ആവാതിരിക്കുക, അവർ ഈ ടെക്നോളജിയോട് അത്ര ഇൻവോൾവ്മെൻറ്റ് ചെയ്യാതിരിക്കുക. വാട്ട് യു ക്യാൻ ഡു, ദാറ്റ് ക്യാൻ ബി എ നീഷ്. സോ യു നീഡ് ടു ജസ്റ്റ് ഫൈൻഡ് ദ പ്രോബ്ലം അറൗണ്ട് യു ആൻഡ് യു ക്യാൻ ക്രിയേറ്റ് എ സൊല്യൂഷൻ ബേസ്ഡ് ഡിജിറ്റൽ കോഴ്സ്. പിന്നെ ഡിജിറ്റൽ കോഴ്സ് ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റും. യു ക്യാൻ ബിൽഡ് എ ഫാൻസ്, യു ക്യാൻ ബിക്കം എ ആക്ടർ, യു ക്യാൻ സ്റ്റാർട്ട് ബിൽഡിംഗ് യുവർ കമ്മ്യൂണിറ്റി, യുവർ ഫാൻസ്, യുവർ സർക്കിൾ. പീപ്പിൾ വെയർ വാണ്ടഡ് ടു ലേൺ ഹൗ ദേ ക്യാൻ ഗോ ആൻഡ് ക്രിയേറ്റ് സംതിങ് യുണീക്ക് ആൻഡ് ദേ വിൽ ബി ഓൾവേസ് യുവർ ഫാൻ. അവരെപ്പോഴും നിങ്ങൾ എന്താണ് ഫോളോ ചെയ്യുന്നത്, ദേ ലവ് ടു ഫോളോ, ദേ വാണ്ടഡ് ടു ഇൻവോൾവ് വിത്ത് യു, ദേ വാണ്ടഡ് ടു എൻഗേജ് വിത്ത് യു, ദേ വാണ്ടഡ് ടു ഗോ വിത്ത് യു. So when you create a digital course, so digital course is kind of just a product. It means you are just building a community, you are building a relationship, you are building your network. And if you are having good network, ഒരുപാട് നല്ല നെറ്റ്വർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, യു ക്യാൻ ഡു എ ലോട്ട് ഓഫ് തിങ്സ്. പീപ്പിൾ ഡോണ്ട് തിങ്ക് അബൌട്ട് ഇറ്റ്. ഇപ്പോഴത്തെ സിനാരിയോയിൽ സോ മെനി എക്സ്പീരിയൻസ് പീപ്പിൾ ആർ ദെയർ, സോ മെനി എന്താ പറയുന്നത് നോളജ് പീപ്പിൾ ആർ ദെയർ. ദേ ആർ നോട്ട് ഗിവിങ് ഔട്ട് ദിയർ നോളജ്. അവർ അറിയത്തില്ല എങ്ങനെ ഹൗ ദേ ക്യാൻ ഡു ദാറ്റ്. ഇഫ് യു ആർ വൺ ഓഫ് ദാറ്റ് പേഴ്സൺ ഹൂസ് ഹാവിങ് എ ലോട്ട് ഓഫ് നോളജ് and you are still facing like എങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റും, how you can deliver your knowledge to a lot of people. So digital course creation is a way for you, and this is real business. Okay, why I call it real business എന്ന് പറഞ്ഞാൽ real business ആണ്. Like people actually want this kind of product. This kind of a product ആണ് ഇതൊരു. So it's kind of product you can offer to them, and with your product you need to offer your service. So once you offer good service, you build a trustable community, you build your tribe, your vibe attracts your tribe. My mentor always says it. പിന്നെ ഇപ്പോൾ ഈ ഡിജിറ്റൽ കോഴ്സ് ഒരുപാട് പേർക്ക് നോക്കും. ഡിജിറ്റൽ കോഴ്സ് പറഞ്ഞാൽ തന്നെ ആളുകൾ പേടിച്ചു പോകും. ഓക്കെ, ഡിജിറ്റൽ കോഴ്സ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം എന്നെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ ദ ഈസിയസ്റ്റ് വേ ഈസ് ക്രിയേറ്റിംഗ് ഡിജിറ്റൽ കോഴ്സാണ്. ദർ ഇസ് നോ എനി ടെക്നിക്കൽ സ്കിൽ റിക്വയർ. നിങ്ങൾക്ക് മൊബൈലുണ്ട്, യു ക്യാൻ സ്റ്റാർട്ട് റെക്കോർഡ് കോഴ്സ് ഓൺ യുവർ മൊബൈൽ. യു ജസ്റ്റ് നീഡ് ടു ടോക്ക്, യു ജസ്റ്റ് നീഡ് ടു ലേ ഔട്ട് ദ സ്ട്രക്ചർ വാട്ട് യു നീഡ് ടു ടോക്ക് ആൻഡ് ജസ്റ്റ് ഗോ ആൻഡ് ടോക്ക്. നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ യു ഡോണ്ട് റിക്വയർ ടു മച്ച് ടെക്നിക്കൽ നോളജ്. സോ അത് ഒരുപാട് പേര് ഇതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടിയാണ് ഡിജിറ്റൽ കോഴ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇത് വേണം ഇത് വേണം പറയുന്നത്. നോ, യു ഡോണ്ട് റിക്വയർ എനിത്തിങ്. One of my mentor teaches like you can run your digital course through only WhatsApp. നിങ്ങൾക്ക് വാട്സാപ്പ് പഠിക്കാൻ അറിയോ, വാട്സാപ്പ് യൂസ് ചെയ്യാൻ അറിയോ, you can run your digital course from WhatsApp only. So see, it's not how technical things you make, like എന്ത് ടെക്നിക്കൽ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. It's not like that. Make your life simple, make other people's life simple. You are here to deliver best service. അത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. ഹൗ യു ക്യാൻ ഡെലിവർ ഗ്രേറ്റ്
resource of knowledge, great services. If you can do that, if you can do that, you have an unshakable business. People will come to you again and again, again and again. Just take an example for waking up 5 a.m. നിങ്ങൾക്കിപ്പോൾ 5 മണിക്ക് എണീക്കാൻ പറ്റുമെങ്കിൽ you can create a course on how to wake on 5 a.m. You know cooking, you create a course on cooking. So only thing is that you need to find a problem which you can solve, and you can become a master on that, solving that problem. Because the more you practice, അത്ര എത്ര നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും അത്ര നിങ്ങളുടെ എന്താ പറയുന്നത് ആ സ്കിൽ ഡെവലപ്പ് ആവും. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ഡിജിറ്റൽ കോഴ്സ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ദർ ആർ സോ മെനി MSI involved. MSI ecosystem. I love this term. MSI stand for multiple sources of income. Ecosystem എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോളജിക്കലിനകത്ത് every animals in this biodiversity depend upon things like lion eats deer eats grass eaten by. So this is a kind of circle, ecosystem. Every food chain is connected, every animal chain is connected. That is ecosystem. And is MSI stand for multiple sources of income. All these component what you are going to create around your digital course, നിങ്ങൾക്ക് എന്താ തരും? എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന റവന്യൂയുടെ സെക്ഷൻസ് തരും. ജസ്റ്റ് ഫോർ എൻ എക്സാമ്പിൾ, ലെറ്റ് മീ ടേക്ക് യു ടു അവർ MSI ecosystem. We have a digital course that is 5 days workshop. ആ കോഴ്സിനകത്ത് we ask people to move to level 2. So level 2 is a recorded course, so they can go and watch recording course. Level 3 is like direct involvement, one-to-one kind of course scenario. Then we have also, if they don't want for the training, they can go for the service consultancy. That is one level of income. Then we have something called affiliate. Whenever we teach something, we refer some products, and when they buy, we get some revenue out of it. So that is affiliate income. So Uri course has given me opportunity to build a multiple diversions of income. പിന്നെ ഡിജിറ്റൽ കോഴ്സ് ഹാസ് എൻ ഓപ്പർച്യൂണിറ്റി ടു സ്കെയിലബിൾ. നമുക്ക് എത്ര വേണമെങ്കിലും സ്കെയിൽ ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് ഡിജിറ്റൽ കോഴ്സ് ഇസ് മോസ്റ്റ്ലി ഡിപ്പെൻഡ് അപ്പോൺ 2 things. One is your personal branding. Second one is your ability to advertise in front of right audience. So right audience-നകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മെസ്സേജ് എത്തിക്കാൻ പറ്റുവാണെങ്കിൽ you are good to go. If you have a course on how to wake up at 5 a.m. കറക്റ്റ് ആളുകൾ എത്തിക്കണം. who is actually facing that issue, who's actually finding that particular issue. അവരെ ഫോക്കസ് ചെയ്തിട്ട് you need to create a advertisement. And then another section is a brand. You need to build your personal brand. Very important. When it comes to digital course, your personal brand is very important. So ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, if I am working in a government job, എനിക്കിത് ചെയ്യാൻ പറ്റുമോ? You can use your pen name. Nobody is going to come. You can start working on pen name. So that is the way how you can find a solution. So you can go and get some digital course idea, what you can create, and go and just create it. Don't worry about. There are so many people are just waiting to get into another course. എല്ലാവരും അവരുടെ സ്കിൽ കൂട്ടാനും അവരുടെ റവന്യൂ കൂട്ടാനും അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനും everyone is waiting for. If you have some knowledge, some skill, some sections, you can easily go and convert that skill, convert that knowledge into an unshakable business. And digital
കോഴ്സ് or digital course consumptions നല്ലോണം കൂടിയിട്ടുണ്ട് due to this COVID situation. Now people are more familiar ആയിട്ടുണ്ട് for the digital products. So this is the best time to start your digital course. Don't wait. ഒരുപാട് വെയിറ്റ് ചെയ്യരുത്. Just fire and aim and fire. That's why mentor says aim and fire, aim and fire, aim and fire. Don't wait too much. Go and just create your digital course. And this is the best side business you can start in this time. Two reasons, personal reasons. One, it gives you a huge brand visibility. If you are a person who actually wanted to feel that more people knows you, more people wanted to listen you, angante oru segment undengile this is the best place to get it. Second, it's all about making some change in this world, finding your identity, finding your reason to hear, endana karanam, how you can go and change the world. So if you have a digital course create ചെയ്യാൻ പറ്റുവാണെങ്കിൽ you can do all these things, and obviously money will come if you create a solid course. And you don't have to worry, one course workout ആയില്ലെങ്കിൽ next course workout ആയില്ലെങ്കിൽ next course, because there is no limit to problems of the people. എപ്പോഴും എല്ലാവർക്കും ഒരു പുതിയ പ്രോബ്ലം വന്നുകൊണ്ടിരിക്കും. And we all, every day we are facing some problem and we are trying to get out that from problem. So just focus on the mind, on the problem. In the problem aanu ningalku solve cheyan pattune, create a course, put in front of the right people and start solving that problem. So that's how you create a digital course, and that's how you create a digital course and build an unshakable business for you while working your part time. So idu mathramalla innathe episode nathu. So I hope you understand that how important is digital course and how you digital course creation can help you to build an extra source of income. Same time, MSI ecosystem, I love that you just go and search MSI ecosystem. Even though MSI business model porthan oru book ane ezhudittunde njan. Why I love this, like you put effort one place and you start getting revenue. ഒരുപാട് വേറെ സ്ഥലത്ത് നിങ്ങൾക്ക് റവന്യൂ വരുമ്പം you will understand that ഒരു എഫേർട്ടിൻ്റെ വാല്യൂ ആണ് you are going to get from different places. So you need to understand that is the how you are actually going to monetize, how you are going to make. And the best part, scalable ആണ്. എപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കെയിൽ ചെയ്യാൻ പറ്റും. If you want to teach 1,000 people, if you wanted to teach 2,000 people, you can do at the same time. That is not possible in physical section. ഒരു ക്ലാസ് റൂമിൻ്റെ ഒരു ലിമിറ്റ് 10 പേരുടെ ആണെങ്കിൽ 10 പേരെ നിങ്ങൾക്ക് ഇരുത്താൻ പറ്റത്തുള്ളൂ. Whereas ഡിജിറ്റലിനകത്ത് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. If your product is hit, if നിങ്ങളുടെ പ്രൊഡക്റ്റിന് വാല്യൂ ഉണ്ടെങ്കിൽ there are people who actually goes behind and buy this product. So friends, that's it in this particular podcast episode, and hope നിങ്ങൾക്കൊരു വാല്യൂ കിട്ടിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്കൊരു ഡിജിറ്റൽ കോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു ആഗ്രഹം വന്നിട്ടുണ്ടായിരിക്കും. Now just don't wait and go and create. That's it from my side. എൻ്റെ പേര് വിപിൻ നായർ, founder of Aviv Digital, a digital growth consultant, help small businesses and entrepreneurs to grow their business online. You wanted to learn more about digital course creations? If your answer is yes, you can just go to vipinnair.com/msi, vipinnair.com/msi. I have a 5 days course on how to create a digital course. So നിങ്ങൾക്ക് ആ കോഴ്സ് എടുക്കാം and you can create your unshakable business. See you guys around. Take care. Bye bye. അടുത്ത എപ്പിസോഡിൽ കാണാം. Bye bye.